കപ്പ നമ്മൾ വീട്ടിലെപ്പോഴും വാങ്ങുന്നൊരു സാധനമാണല്ലേ. ഇനി വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ അതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അതൊന്ന് നമുക്ക് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു പിഴിഞ്ഞ് വെച്ചതൊക്കെ ഒന്നങ്ങ് വിടർത്തിയെടുക്കാം. അതായത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഒന്നങ്ങ് ഇതാക്കിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, പിന്നുണ്ടല്ലോ കുറച്ച് സാധാ അരിപ്പൊടിയില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടുപത്തിരിയൊക്കെ ഉണ്ടാക്കാൻ, ആ ഒരു അരിപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് നമുക്കിത് പുട്ടിനെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം കൂടി പോകാതെ നോക്കണം, കാരണം കപ്പ പിഴിഞ്ഞെടുത്താലും അതിലും ഇച്ചിരി വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നങ്ങ് കുടഞ്ഞു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പൊടി നമ്മൾ ആവശ്യത്തിന് കുറേശ്ശായി ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് പൊടി ചേർത്ത് കൊടുക്കുകയും വേണ്ട. അപ്പോൾ ആ കപ്പയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോട്ടെ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇത് നമുക്ക് രണ്ട് രീതിക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ ഇതാ ഇതുപോലെ ഓരോ കുഴിയിലും ഒന്നങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കരുത്, ഒന്ന് ജസ്റ്റ് അങ്ങ് പരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒപ്പാക്കിയിട്ട് ഇതുപോലെ എല്ലാ കുഴിയിലും വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇതില്ലേ, അതിൽ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഇത് വാരിയിട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് രീതിക്കും ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും റെഡിയാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കറിയൊന്നും വേണം, പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ ചിക്കൻ കറി വേണമെങ്കിൽ അതും ചേർത്ത് കഴിക്കാം കേട്ടോ. ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോയത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.